മലയാളികൾക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത സിനിമയാണ് ചിത്രം. പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ സിനിമ 1988 പുറത്തിറങ്ങുന്നത്. മോഹൻലാലിൻ്റെ അവിസ്മരണീയ പ്രകടനം ഇന്നും ആരാധകർ ചർച്ചയാക്കാറുണ്ട്. നടി രഞ്ജിനി ചെയ്ത നായിക വേഷവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. കല്യാണി എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ രഞ്ജിനി അവതരിപ്പിച്ചത്. വൻ പ്രേക്ഷക പ്രശംസ രഞ്ജിനി നേടി. ഇന്നും രഞ്ജിനിയെ പ്രേക്ഷകർ ഓർക്കുന്നത് ഈ സിനിമയിലൂടെയാണ്. എന്നാൽ ചിത്രം റിലീസ് ചെയ്ത ശേഷം 1 വർഷത്തോളം രഞ്ജിനിക്ക് മലയാളത്തിൽ നിന്നും അവസരങ്ങൾ ലഭിച്ചിട്ടില്ല. ഇതേക്കുറിച്ച് മുൻപൊരിക്കൽ നടി തുറന്നു സംസാരിച്ചിട്ടുണ്ട്. അന്ന് ചെന്നൈയിലായിരുന്നു. ചിത്രത്തിന് ശേഷം തമിഴിൽ തിരക്കായി. ചിത്രം സൂപ്പർ ഹിറ്റായെന്ന വാർത്ത ഞങ്ങൾക്ക് ലഭിച്ചു. പക്ഷേ ചിത്രം കഴിഞ്ഞ് 1 വർഷം എനിക്ക് ഒരു മലയാള സിനിമയിലും അവസരം വന്നില്ല. പക്ഷേ തമിഴ് തെലുങ്കും ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. 1 വർഷം സിനിമ ഓടിയ വാർത്ത വന്നു. എന്നിട്ടും മലയാള സിനിമകൾ വന്നില്ല എന്നത് അസാധാരണമായി തോന്നുന്നെന്ന് മേക്കപ്പ് മാനോടും മറ്റും ഞാൻ പറഞ്ഞു. പിന്നീടാണ് പെട്ടെന്ന് മലയാള സിനിമകളുടെ അവസരം വരാൻ തുടങ്ങിയത്. പ്രിയദർശനൊപ്പം പിന്നീട് സിനിമകൾ ചെയ്തിട്ടില്ല. ലാലേട്ടനോടൊപ്പം മുഖം എന്ന ഒരു സിനിമയും ചെയ്തിരുന്നെന്നും രഞ്ജിനി ചൂണ്ടിക്കാട്ടി. മഴവിൽ മനോരമയിലെ അഭിമുഖത്തിലാണ് പ്രതികരണം. തമിഴിൽ നിരവധി സിനിമകൾ ചെയ്തതിനെക്കുറിച്ചും രഞ്ജിനി അന്ന് സംസാരിച്ചു. തമിഴ് ഭാഷ എനിക്കറിയാം. അവിടെ നായിക കേന്ദ്രീകൃതമായ സിനിമകൾ ചെയ്തിട്ടുണ്ട്. വില്ലേജ് കഥാപാത്രങ്ങളാണ് കൂടുതൽ ചെയ്തതെന്നും നടി വ്യക്തമാക്കി. മലയാളത്തിൽ സ്വാതി തിരുനാളാണ് രഞ്ജിനി ആദ്യമായി അഭിനയിച്ച സിനിമ. പ്രിയദർശൻ സംവിധാനം ചെയ്ത മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നുവാണ് രണ്ടാമത്തെ മലയാള ചിത്രം. പിന്നീടാണ് പ്രിയദർശൻ്റെ തന്നെ ചിത്രത്തിൽ രഞ്ജിനി നായികയായി എത്തുന്നത്. സിംഗപ്പൂരിൽ ജനിച്ചു വളർന്ന രഞ്ജിനിയുടെ യഥാർത്ഥ പേര് സാഷ സെൽവരാജ് എന്നാണ്. സിനിമാ രംഗത്തേക്ക് കൊണ്ടുവന്ന സംവിധായകൻ ഭാരതി രാജയാണ് രഞ്ജിനി എന്ന പേര് നൽകിയത്. കൊച്ചി സ്വദേശിയായ പിയറിനെയാണ് രഞ്ജിനി വിവാഹം ചെയ്തത്. പ്രണയ വിവാഹമായിരുന്നു. വിവാഹത്തെക്കുറിച്ച് മുൻപൊരിക്കൽ രഞ്ജിനി തുറന്നു സംസാരിച്ചിട്ടുണ്ട്. താമസിച്ച് വിവാഹം ചെയ്ത ആളാണ് ഞാൻ. വീട്ടിൽ അത്ര സ്ട്രിക്റ്റ് ആയിരുന്നില്ല. വിവാഹം പക്വതയോടെ എടുത്ത തീരുമാനമായിരുന്നതിനാൽ വീട്ടിൽ എതിർപ്പുകൾ ഉണ്ടായിരുന്നില്ലെന്നും നടി രഞ്ജിനി വ്യക്തമാക്കി. സിനിമയ്ക്കപ്പുറം സാമൂഹിക വിഷയങ്ങളിൽ രഞ്ജിനി തന്റെ അഭിപ്രായം വ്യക്തമാക്കാറുണ്ട്. ശബരിമലയിൽ സ്ത്രീ പ്രവേശനം അനുവദിച്ചുള്ള സുപ്രീം കോടതി വിധിക്കെതിരെ രഞ്ജിനി നേരത്തെ സംസാരിച്ചിട്ടുണ്ട്.